ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും സോൾഫുൾ സ്ക്രിപ്റ്റേഴ്സ് എവറിഡേയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ദൈവവചനത്തിലെ അമൂല്യമായ ഒരു മുത്തിലേക്ക്, ഒരു വാക്യത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ പോവുകയാണ്. അതെ, നമ്മുടെ കർത്താളിന്റെ സ്നേഹം, അവന്റെ ശക്തി, അവന്റെ കരുതൽ, അതെല്ലാം വെളിപ്പെടുത്തുന്ന ഒരു തിരുവചനം. നമ്മുടെ ഇന്നത്തെ ഈ ഒരുമിച്ചുള്ള യാത്രയുടെ കേന്ദ്രബിന്ദു സെഫന്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം, അതിലെ 17-ാം വാക്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാക്യം മതി നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പിടിച്ചുലയ്ക്കാൻ, നമ്മുടെ ഭയങ്ങളെ എടുത്തു മാറ്റാൻ, നമ്മുടെ ഹൃദയങ്ങളെ എന്താ പറയാ പ്രത്യാശ കൊണ്ട് നിറയ്ക്കാൻ. അതെ, അപ്പൊ നമുക്ക് ഒരുമിച്ച് ഈ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് പോകാം. അതിന്റെ ശക്തിയും ആശ്വാസവും ഹൃദയത്തിൽ ഏറ്റെടുക്കാം. ശ്രദ്ധയോടെ കേൾക്കണമേ, ഹൃദയം തുറന്ന് സ്വീകരിക്കണമേ. സെഫന്യാവ് 3:17. ഞാൻ അതൊന്ന് വായിക്കാം. വായിക്കൂ. എന്റെ ദൈവമായ യഹോവ നിന്റെ മധ്യേയിരിക്കുന്നു. അവൻ രക്ഷിക്കാൻ ശക്തൻ. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. അവൻ തന്റെ സ്നേഹത്തിൽ മിണ്ടാതിരിക്കും. ഉത്സവഘോഷത്തോടെ നിന്നെക്കുറിച്ച് സന്തോഷിക്കും. ഓ, ഈ വാക്കുകൾ, ദൈവമേ, ഇത് വെറുമൊരു എഴുത്തല്ല സഹോദരങ്ങളെ. അല്ലേ അല്ല, തകർന്നുപോയ ഹൃദയങ്ങളുമായി ഇരിക്കുന്ന നിങ്ങളോടാണ്. അതെ, നിങ്ങളോടാണ് ദൈവം ഇപ്പോൾ സംസാരിക്കുന്നത്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി, ആരും എന്നെ സ്നേഹിക്കാനില്ല, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, കൊള്ളാത്തവളാണ് എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന നിങ്ങളോടാണ് സ്വർഗം സംസാരിക്കുന്നത്. ഇത് ദൈവത്തിന്റെ സ്വന്തം ഹൃദയമാണ് നിങ്ങൾക്കായി തുറക്കപ്പെടുന്നത്. നമ്മിൽ നിന്നൊരുപാട് അകലെയല്ല നമ്മുടെ ദൈവം. സ്വർഗത്തിൽ എവിടെയോ ദൂരെ സിംഹാസനത്തിൽ മാത്രം ഇരിക്കുന്നവനല്ല അവൻ. അതെ, അവൻ നിന്റെ മധ്യേയിരിക്കുന്നു. അതാണ് ആദ്യത്തെ നമ്മെ പിടിച്ചുലയ്ക്കേണ്ട സത്യം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ തന്റെ വാക്കിനാൽ സൃഷ്ടിച്ചവൻ, ആകാശത്തെ ഒരു വിരി പോലെ വിരിച്ചവൻ, ഭൂമിയെ അതിന്റെ അടിസ്ഥാനങ്ങളിൽ ഉറപ്പിച്ചവൻ. ദൈവം, അവൻ നിങ്ങളുടെ ജീവിതത്തിന്റെ നടുവിൽ, നിങ്ങളുടെ ഏറ്റവും വലിയ പോരാട്ടത്തിന്റെ നടുക്ക്, നിങ്ങളുടെ കണ്ണുനീരിന്റെ താഴ്വരയിൽ, നിങ്ങളുടെ സംശയങ്ങളുടെ, നിങ്ങളുടെ ഭയങ്ങളുടെ, നിങ്ങളുടെ വേദനകളുടെ ഒത്ത നടുവിൽ അവൻ അവിടെയുണ്ട്, നിങ്ങളോടൊപ്പം. റൈറ്റ് there with you. വെറുതെ ഒരു കാഴ്ചക്കാരനായിട്ടല്ല. ഓ, അല്ലേ അല്ല, അവൻ നിങ്ങളുടെ കൂടെയുണ്ട്, സജീവമായി ഇടപെട്ടുകൊണ്ട് കൂടെയുണ്ട്. നിങ്ങളുടെ ഓരോ ശ്വാസവും അവൻ അറിയുന്നു, നിങ്ങളുടെ ഹൃദയമിടിപ്പ് അവൻ കേൾക്കുന്നു. ഈ ഒരൊറ്റ സത്യം മതി നമുക്ക്. ശരിക്കും ധൈര്യത്തോടെ മുന്നോട്ടു പോകാൻ ദൈവം എന്റെ കൂടെയുണ്ട്. അപ്പോ അടുത്ത ഭാഗത്തേക്ക് നോക്കൂ. അവൻ രക്ഷിക്കാൻ ശക്തൻ. ഇത് വെറുമൊരു രക്ഷയല്ല കേട്ടോ. അല്ല, അവനൊരു ശക്തനായ യോദ്ധാവാണ്. എ മൈറ്റി വാരിയർ. അതെ, ദൈവത്തെ ഒരു ദുർബലനായ അല്ലെങ്കിൽ ഒരു നിസ്സംഗനായ രാജാവായിട്ടൊന്നും കാണരുത്. അവൻ നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ്. ഏത് ശത്രുവിനെതിരെയാണ് അവൻ യുദ്ധം ചെയ്യുന്നത്? നിങ്ങളുടെ ജീവിതത്തിലെ പാപം, നിങ്ങളുടെ ലജ്ജ, നിങ്ങളുടെ ഭയം, പരാജയങ്ങൾ, നിരാശകൾ, രോഗങ്ങൾ, ഏകാന്തത, നിങ്ങൾ എന്ത് തന്നെ നേരിടുകയാണെങ്കിലും അതിനെതിരെ ദൈവം ഒരു ശക്തനായ യോദ്ധാവായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു. അവൻ രക്ഷിക്കുന്നു. വെറും താൽക്കാലിക ആശ്വാസങ്ങളല്ല അവൻ തരുന്നത്. അല്ല, പൂർണ്ണമായ വീണ്ടെടുപ്പ്, പുനഃസ്ഥാപനം, അതാണവൻ നൽകുന്നത്. നിങ്ങളുടെ ഇന്നലകളിലെ പാപങ്ങളോ, ഇന്നത്തെ നിങ്ങളുടെ ബലഹീനതകളോ, നാളെയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഭയങ്ങളോ, ഇതൊന്നും അവനൊരു വിഷയമല്ല. അവനെ തടയുന്നില്ല. അവൻ നിങ്ങളെ നോക്കി ഉറക്കെ പറയുന്നു, ഇവൾ എനിക്കുള്ളവനാണ്, ഇവൻ എനിക്കുള്ളവനാണ്, ഇവരെ തൊടാൻ ഒരു ശക്തിക്കും അവകാശമില്ല. അവൻ നിങ്ങൾക്കായി നിലകൊള്ളുന്നു. ആ യോദ്ധാവിന്റെ ശക്തമായ കരങ്ങളിൽ നിങ്ങൾ എത്ര സുരക്ഷിതരാണെന്നറിയാമോ? എന്നാൽ ഈ യുദ്ധം ചെയ്യുന്ന ദൈവത്തിന് അവനൊരു മറുവശമുണ്ട്. അതെത്രയോ മനോഹരമാണ്. അടുത്ത വാക്യം, അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. ഹോ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. സന്തോഷിക്കും, ഡിലൈറ്റ് എന്ന വാക്ക്, അതിന്റെ ആഴമൊന്ന് മനസ്സിലാക്കണേ. ഇത് വെറുമൊരു ഇഷ്ടമോ അംഗീകാരമോ സ്നേഹമോ മാത്രമല്ല. അല്ല, ഇത് അഗാധമായ മതിവരാത്ത തീവ്രമായ ആനന്ദമാണ്. ഡിലൈറ്റ്. ഒരപ്പൻ അല്ലെങ്കിൽ ഒരമ്മ തങ്ങളുടെ ഓമന കുഞ്ഞിനെ നോക്കി മതിവരാതെ സന്തോഷിക്കുന്നതുപോലെ. അതെ, അല്ലെങ്കിൽ ഒരു കാന്തൻ തന്റെ പ്രിയപ്പെട്ട കാന്തയെ നോക്കി ആനന്ദിക്കുന്നതുപോലെ. അതുപോലെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും നോക്കി, അതെ, നിങ്ങളെ തന്നെ നോക്കി അത്യന്തം സന്തോഷിക്കുന്നു. നിങ്ങളുടെ കുറവുകൾ അറിഞ്ഞുകൊണ്ട്, നിങ്ങളുടെ മുറിപ്പാടുകൾ കണ്ടുകൊണ്ട്, നിങ്ങളുടെ ബലഹീനതകളോടെ, നിങ്ങൾ ഇന്നലെ ചെയ്ത തെറ്റുകൾ അവന്റെ മുൻപിൽ ഉണ്ടായിട്ടും നാളെ നിങ്ങൾ വീണുപോകുമായിരിക്കുമെന്ന് അറിഞ്ഞിട്ടും അവൻ നിങ്ങളിൽ സന്തോഷിക്കുന്നു, ഇപ്പോഴും സന്തോഷിക്കുന്നു. എന്തുകൊണ്ടെന്നോ, ഈ സ്നേഹം നിങ്ങളുടെ പ്രവൃത്തികളെ ആശ്രയിച്ചല്ല നിൽക്കുന്നത്,
നിങ്ങൾ നല്ലത് ചെയ്യുമ്പോൾ മാത്രം സ്നേഹിക്കുകയും തെറ്റ് ചെയ്യുമ്പോൾ ദേഷ്യപ്പെടുകയും ചെയ്യുന്നൊരു ദൈവമല്ല നമ്മുടേത്. ഇത് അവന്റെ സ്വഭാവമാണ്. മാറ്റമില്ലാത്ത, അചഞ്ചലമായ, ഉപാധികളില്ലാത്ത സ്നേഹം. അവന്റെ സന്തോഷം നിങ്ങളിൽ നിന്നും എടുത്തുമാറ്റാൻ ഈ ലോകത്തിലെ ഒന്നിനും കഴിയില്ല. കാരണം നിങ്ങൾ അവന്റേതാണ്. ഓ, ഹാലെലൂയ! ഇനി കൃപയുടെ മാധുര്യം നോക്കൂ. എത്ര മനോഹരമാണിത്. അവൻ തന്റെ സ്നേഹത്തിൽ മിണ്ടാതിരിക്കും. ആ, ചില പരിഭാഷകളിൽ അവൻ തന്റെ സ്നേഹത്താൽ നിങ്ങളെ ശാന്തരാക്കുമെന്നോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ശാസന അവൻ അവസാനിപ്പിക്കും. ഹി വിൽ ക്വയറ്റ് യു വിത്ത് ഹിസ് ലവ് എന്നൊക്കെയാണ്. എന്താണതിന്റെ അർത്ഥം? എന്നുവെച്ചാൽ ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ തെറ്റുകളുടെ ഒരു കണക്ക് പുസ്തകം സൂക്ഷിക്കുന്നില്ല. അവൻ ഓർക്കുന്നില്ല. പഴയ ഉടമ്പടിയിൽ തെറ്റുകൾക്ക് ശാസനയും ഉണ്ടായിരുന്നു, ശിക്ഷയുണ്ടായിരുന്നു. പക്ഷേ പുതിയ ഉടമ്പടിയിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നേരെ, എനിക്ക് നേരെ ഒരു ശാസനയുമില്ല, ഒരു കുറ്റവിധിയുമില്ല. എന്തുകൊണ്ട്? കാരണം നമുക്ക് വരേണ്ടിയിരുന്ന സകല ശാസനങ്ങളും, സകല ശിക്ഷാവിധിയും, സകല കുറ്റബോധവും യേശു, നമ്മുടെ കർത്താവ്, കാൽവരിയിലെ ആ കുരിശിൽ നമുക്കുവേണ്ടി സ്വയം ഏറ്റെടുത്തു. അതെ, അവന്റെ സ്നേഹം നമ്മെ മൂടുന്നു, നമ്മുടെ പാപങ്ങളെ മറയ്ക്കുന്നു. നാം സ്വതന്ത്രരാണ്, കൃപയാൽ സ്വതന്ത്രർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വയം നീതീകരിക്കാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ നിർത്തുക. ആ കുറ്റബോധത്തിന്റെ ഭാരമെല്ലാം താഴെ ഇറക്കി വെക്കുക. നിങ്ങൾ മതിയായവരാണ്, നിങ്ങൾ യോഗ്യരാണെന്നൊക്കെ സ്വയം ബോധ്യപ്പെടുത്താൻ കഷ്ടപ്പെടുന്നത് നിർത്തുക. യേശു നിങ്ങളെ മതിയായവരാക്കി, യോഗ്യരാക്കി. അവന്റെ സ്നേഹത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായി വിശ്രമിക്കാം, സ്വസ്ഥമായിരിക്കാം. ഇനി അവസാനമായി ഈ വാക്യത്തിലെ ഏറ്റവും നമ്മെ വിസ്മയിപ്പിക്കുന്ന, നമ്മെ താഴേക്ക് കൊണ്ടുവരുന്ന, നമ്മെ എളിമപ്പെടുത്തുന്ന ഒരു ചിത്രം. അതെ, ഉത്സവഘോഷത്തോടെ നിന്നെക്കുറിച്ച് സന്തോഷിക്കും. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ ഈ സർവ്വപ്രപഞ്ചത്തെയും ഒരു വാക്കുകൊണ്ട് സൃഷ്ടിച്ചവന്റെ ശബ്ദം? പർവ്വതങ്ങളെയും സമുദ്രങ്ങളെയും തന്റെ കരവേലയാൽ രൂപപ്പെടുത്തിയവന്റെ കണ്ഠസ്വരം. ആ ശബ്ദം നിങ്ങൾക്ക് വേണ്ടി പാടുന്നു. അതൊരു ദുഃഖഗാനമല്ല, വിലാപഗീതമല്ല. അല്ല, അതൊരു ഉത്സവഗീതമാണ്. ഒരു വിജയഗീതം, ഒരു സ്തുതിഗീതം, ഒരു ആഘോഷത്തിന്റെ, ആനന്ദത്തിന്റെ ഗാനം. നീ എനിക്കുള്ളവനാണ്, നീ എനിക്കുള്ളവളാണ്. ഞാൻ നിന്നെ അത്രയധികം സ്നേഹിക്കുന്നു, ഞാൻ നിന്നിൽ അഭിമാനിക്കുന്നു, ഞാൻ നിന്നിൽ ആനന്ദിക്കുന്നു എന്ന് സ്വർഗം നിങ്ങളെക്കുറിച്ച് പാടുകയാണ്. ഇത് എത്ര വ്യക്തിപരമാണെന്നറിയാമോ? നിങ്ങൾ ഏറ്റവും തളർന്നു പോകുമ്പോൾ, നിങ്ങൾ ഏറ്റവും ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ, ഈ ലോകം നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ, ആരും എന്നെ കാണാനില്ല, എന്റെ വേദന ആരും അറിയുന്നില്ല, എന്റെ കരച്ചിൽ ആരും കേൾക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമ്പോൾ, ഒരു കാര്യം ഓർക്കുക. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കായി പാടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നിങ്ങൾക്കായി. അത് നിങ്ങളുടെ തളർന്ന ആത്മാവിനുള്ളൊരു താരാട്ടുപാട്ടാണ്, ഒരു ആശ്വാസഗീതമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വചനം ഇത് കേവലം മനോഹരമായ ഒരു വാഗ്ദാനം മാത്രമല്ല. ഇതൊരു ക്ഷണമാണ്. ദൈവം നിങ്ങളെ അവന്റെ അടുത്തേക്ക്, അവന്റെ ഹൃദയത്തിലേക്ക് വിളിക്കുകയാണ്. വരൂ, ഞാൻ ആരാണെന്നും നീ എനിക്ക് ആരാണെന്നും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാം. എന്റെ സ്നേഹത്തിന്റെ ആഴം നീ അറിയണം എന്ന് ദൈവം നിങ്ങളോട് പറയുകയാണ്. അപ്പൊ ഈ സത്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ മുറുകെ പിടിക്കണം, ഓർക്കണം. അവന്റെ സാന്നിധ്യം അനുഭവിക്കാൻ നിങ്ങൾ പ്രത്യേകമായി ഒന്നും ചെയ്യേണ്ടതില്ല. അവൻ എപ്പോഴും കൂടെയുണ്ട്. നിങ്ങളുടെ യുദ്ധങ്ങൾ നിങ്ങൾ തനിയെ ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. അവൻ നിങ്ങളുടെ ശക്തനായ യോദ്ധാവാണ്. അവൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങളുടെ വില നിങ്ങളായിട്ട് തെളിയിക്കേണ്ടതില്ല. കാരണം അവൻ നിങ്ങളിൽ അത്യധികം സന്തോഷിക്കുന്നു. അവന്റെ ദൃഷ്ടിയിൽ നിങ്ങൾ അമൂല്യരാണ്. നിങ്ങളുടെ പഴയകാല ലജ്ജയോ ഇന്നത്തെ കുറവുകളോ നിങ്ങൾ ചുമക്കേണ്ടതില്ല. അവന്റെ സ്നേഹം അതെല്ലാം മായ്ച്ചു കളഞ്ഞു. നിശബ്ദതയെ, ഏകാന്തതയെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. കാരണം സ്വർഗം നിങ്ങൾക്കായി പാടുന്നു. ഈ സത്യം ഇത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു നങ്കൂരമായി മാറട്ടെ, ഒരു അടിസ്ഥാനമായി മാറട്ടെ. അത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കുള്ള കാഴ്ചപ്പാടിനെ മാറ്റട്ടെ. നിങ്ങൾ പ്രശ്നങ്ങളെയും പോരാട്ടങ്ങളെയും നേരിടുന്ന രീതിയെ രൂപാന്തരപ്പെടുത്തട്ടെ. നമുക്കൊരുമിച്ച് ഈ സത്യത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ദൈവം മുൻപാകെ പകരാം. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളടച്ചു പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളുടെ മധ്യേ വസിക്കുന്ന സർവശക്തനായ ദൈവം എന്ന സെഫന്യാവ് 3:17 ഈ അമൂല്യമായ വിലയേറിയ സത്യത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഇപ്പോൾ നിറഞ്ഞ് പൂർണ്ണ വിനയത്തോടെ ഞങ്ങളങ്ങയെ സമീപിക്കുന്നു. പിതാവേ, അങ്ങ് ദൂരെയല്ല. ഞങ്ങളുടെ ഓരോ പോരാട്ടങ്ങളിലും, ഞങ്ങളുടെ സംശയങ്ങളിലും, ഞങ്ങളുടെ സന്തോഷങ്ങളിലും, ഞങ്ങളുടെ വേദനകളിലും അങ്ങ് ഞങ്ങളോട് കൂടെയുണ്ട്
എന്ന ഉറപ്പിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ ശക്തനായ യോദ്ധാവ്, ഞങ്ങളെ രക്ഷിക്കുന്നവൻ, ഞങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ എന്നറിഞ്ഞ് ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി കരയേറ്റുന്നു കർത്താവേ. അങ്ങയുടെ ഒരിക്കലും അവസാനിക്കാത്ത, ഒരിക്കലും പരാജയപ്പെടാത്ത, ഞങ്ങളെ ഒരു നാളും കൈവിടാത്ത ആ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളിൽ അത്യധികം സന്തോഷിക്കുന്നു എന്ന സത്യം, അത് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഇത്ര ആഴത്തിൽ സ്പർശിക്കുന്നതിനായി നന്ദി. ഞങ്ങളുടെ എല്ലാ കുറവുകളോടും മുറിവുകളോടും ബലഹീനതകളോടും കൂടെ അങ്ങ് ഞങ്ങളെ നോക്കി ആനന്ദിക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ അത്ഭുതപ്പെടുന്നു പിതാവേ. അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾ സംശയിച്ചു പോയ നിമിഷങ്ങൾക്കായി, അങ്ങയുടെ സാന്നിധ്യം മറന്നുപോയതിനായി ഞങ്ങളോട് ക്ഷമിക്കണമേ. അയോഗ്യതയുടെയും ലജ്ജയുടെയും ആഴത്തിലുള്ള മുറിവുകളെ അങ്ങയുടെ ആനന്ദം കൊണ്ട്, അങ്ങയുടെ സന്തോഷം കൊണ്ട് പൊതിയണമേ കർത്താവേ. അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ നേർക്കുള്ള എല്ലാ ശാസനയെയും നിശബ്ദമാക്കുന്നു എന്നതിനായി നന്ദി. യേശുവിലൂടെ ഞങ്ങളുടെ സകല പാപകടങ്ങളും മായ്ച്ചു കഴിഞ്ഞതിനാൽ ഞങ്ങൾ കൃപയുടെ സ്വാതന്ത്ര്യത്തിൽ നിലകൊള്ളുന്നു എന്ന സത്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ആ സത്യത്തിൽ പൂർണ്ണമായി വിശ്രമിക്കാനും സ്വയം നീതീകരിക്കാനുമുള്ള ഞങ്ങളുടെ വ്യർത്ഥമായ ശ്രമങ്ങൾ നിർത്താനും ഞങ്ങളെ ഇപ്പോൾ തന്നെ പഠിപ്പിക്കണമേ. പിതാവേ, അങ്ങ് ഞങ്ങളെക്കുറിച്ച് ഘോഷിച്ചുല്ലസിക്കുന്നു, പാട്ടുപാടുന്നു എന്ന ചിന്ത, അത് ഞങ്ങളെ എത്രമാത്രം വിനയാൻവിതരാക്കുന്നു. നക്ഷത്രങ്ങളെയും താരാപഥങ്ങളെയും സൃഷ്ടിച്ച അങ്ങയുടെ അതേ ശബ്ദം ഞങ്ങൾ ഓരോരുത്തർക്കുമായി ഒരു സന്തോഷഗീതം ആലപിക്കുന്നു. ഞങ്ങളുടെ ഏകാന്തതയിൽ, ഞങ്ങളുടെ ഭയത്തിൽ, ആരും ഞങ്ങളെ കാണുന്നില്ല, കേൾക്കുന്നില്ല എന്ന് തോന്നുന്ന ആ നിമിഷങ്ങളിൽ അങ്ങയുടെ ആ സ്നേഹഗാനം കേൾക്കാൻ ഞങ്ങളുടെ ആത്മീയ കാതുകളെ തുറക്കണമേ. അത് ഞങ്ങളുടെ ഉത്കണ്ഠ നിറഞ്ഞ ഹൃദയങ്ങൾക്ക് ഒരു താരാട്ടായി മാറട്ടെ, ഒരു സമാധാനമായി മാറട്ടെ. ഈ വാക്കുകൾ ഇപ്പോൾ കേൾക്കുന്ന ഓരോ വ്യക്തിക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ ഇപ്പോൾ എവിടെയായിരുന്നാലും, അവരെന്ത് ഭാരങ്ങൾ വഹിക്കുന്നവരായാലും, കർത്താവെ, അങ്ങയുടെ ശക്തവും അതേസമയം ആർദ്രവുമായ സാന്നിധ്യം അവരുടെ ഇരുട്ടിനെ ഭേദിച്ച് ഇപ്പോൾ പ്രകാശിക്കട്ടെ. പരാജയപ്പെട്ടു എന്ന് തോന്നുന്നവർക്കായി അങ്ങ് ശക്തനായ യോദ്ധാവായിരിക്കണമേ. അവർക്കു വേണ്ടി യുദ്ധം ചെയ്യണമേ. അയോഗ്യരെന്ന് സ്വയം കരുതുന്നവർ അങ്ങയുടെ അളവില്ലാത്ത സന്തോഷം അവരിൽ വെളിപ്പെട്ട് കാണട്ടെ. കുറ്റബോധത്താൽ ഭാരപ്പെടുന്നവരെ അങ്ങയുടെ ക്ഷമിക്കുന്ന, മറയ്ക്കുന്ന സ്നേഹം പൊതിയട്ടെ. ഏകാന്തത അനുഭവിക്കുന്നവരുടെ ഹൃദയങ്ങളെ അങ്ങയുടെ സന്തോഷഗീതം പ്രത്യാശയാൽ ഇപ്പോൾ നിറയ്ക്കട്ടെ. ഈ സത്യം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ, ഞങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ സ്നേഹം കൂടുതൽ കൂടുതൽ പ്രകാശിക്കാനിടയാക്കട്ടെ. ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ രാജാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ വചനം, ഈ സത്യം നിങ്ങളുടെ ഹൃദയത്തിൽ എങ്ങനെയാണ് സംസാരിച്ചത്? നിങ്ങളുടെ ജീവിതത്തിൽ ഇതെന്ത് മാറ്റമാണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ കൊണ്ടുവരാൻ പോകുന്നത്? അതെ, നിങ്ങളുടെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറിഡേ @gmail.com എന്ന വിലാസത്തിലേക്ക് ഒരു ഇമെയിൽ അയക്കാവുന്നതാണ്. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്ക് സന്തോഷമേയുള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിന്റെ അളവറ്റ കൃപയും ദൈവപിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സമാധാനവും നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും കൂടെയുണ്ടായിരിക്കട്ടെ. ആമേൻ.